ഇപ്പോൾ ഒരു പ്രതിഷേധം അറിയിക്കണമെങ്കിൽ എല്ലാ പ്രാവശ്യവും സമരം നടത്തിയും അങ്ങനെ വേണം. ഇതൊരു പ്രതിഷേധമാണ്. കാരണം ഈ കാണുന്ന കുട്ടികളെ കണ്ടു, അവർ ഇവിടെ ഈ സൗകര്യത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പിതാവ് ഇവിടെ MLA ആയിരുന്നപ്പം 80 ലക്ഷം രൂപ കൊടുത്താണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്തിയത്. അതിനുശേഷം ഹാൻഡ് ഓവർ ചെയ്തത് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തും ഇവിടുത്തെ മറ്റൊരു വകുപ്പും തമ്മിൽ തർക്കമാണ്. ആരും മണ്ണ് മാറ്റി, ആ മണ്ണ് കൊണ്ടാണ് ഇവിടെ കാട് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ആ നടപടി അധികൃതരുടെ ശ്രദ്ധയിൽ എത്തിക്കണം. ഇതേ വഴിയുള്ളൂ. നമുക്ക് സമരത്തിന് പല മാർഗങ്ങളുണ്ട്. ഇതൊരു സമര മാർഗമാണ്. ഫണ്ടിൽ നിന്ന് 2 സ്വിമ്മിംഗ് പൂളുകൾക്ക് ഞാൻ അലോട്ട്മെൻറ്റ് കൊടുത്തു. ഈ സ്വിമ്മിംഗ് പൂൾ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഹാൻഡ് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ അക്വാറ്റിക് അസോസിയേഷൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവരിതേപോലെ നിലപാടെടുത്ത അതുപോലെ തന്നെ 2 ടർഫുകൾ, പക്ഷേ അത് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അവിടെ കുട്ടികൾക്ക് പ്രൊമോഷൻ കൊടുക്കുക തന്നെ ചെയ്യും, ഫ്രീ ആയിട്ടുള്ള പ്രാക്ടീസ് ഉൾപ്പെടെ. അതാണ് നമ്മുടെ ഉദ്ദേശം. അതേസമയം ഈ പരിപാടികൾ നടത്തിയതിന് ശേഷം സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇവിടെ 70 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ മണ്ഡലത്തിലെ പല പ്രശ്നങ്ങളും, വികസന പ്രശ്നങ്ങളും വകുപ്പുകൾ തമ്മിൽ തർക്കമാണ്. PWD തമ്മിൽ, അതേപോലെ വാട്ടർ അതോറിറ്റിയുമായിട്ട് ഒരിടത്ത് കേസ് വരെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അധികൃതർ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കും, യൂത്ത് കോൺഗ്രസ് കൊടുത്തു. അവരെന്ത് നടപടി എടുക്കും നോക്കട്ടെ ഇതിനുശേഷം.